പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനോട് പ്രേമാണെന്ന്. അവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ചിലക്കല്ലേടി മറ്റോളെ 24 മണിക്കൂർ എന്റെ തോളിലും ബൈക്കിലും കയറി നടന്നപ്പോ കണ്ടുകൊണ്ട് എല്ലാരും പറഞ്ഞല്ലോ, നീ കേക്ക തന്നെ. അപ്പൊ നീ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലാന്ന്. അപ്പൊ പറയാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ക്യാമ്പസ് ആകുമ്പോ കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഒരുത്തം വേണം കുറച്ചു നാൾ കൈ തൂങ്ങാൻ. എന്ന് വെച്ച് അത് നെഞ്ചുപൊട്ടുന്ന പ്രേമാന്നാ നിന്റെ വിചാരം? നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാ, എനിക്ക് നിന്നോട് ഒരു മണ്ണാൻ കട്ടിയില്ല. പ്രേമിക്കാൻ കല്യാണം കഴിക്കാനുള്ള മെച്ചൂരിറ്റി ഉണ്ടോ നിനക്ക്? പ്രായം പക്കത്തിലൊരുത്തന്നെ ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ നിനക്ക് സൂക്കേട് തീർക്കാൻ. അവസാനായിട്ട് പറയാ ഞാൻ, ഇനി നിന്നെ അവന്റെ കൂടെ കണ്ട ഒന്ന് പോടാ ചക്ക. നീ നോയിക്കോടി എന്റെ മുന്നിൽ കിടന്ന നാറി മുത്ത് അഴിഞ്ഞാടുന്ന നിന്റെ നീ വന്നേ, നിനക്കാണ് സൂക്കേട്. ഒരു ഐസ്ക്രീം നീട്ടി കാണിച്ച് അരഞ്ഞാണം മാത്രം ഇട്ടോണ്ട് ഷോ കാണിക്കുന്ന വെടക്കവള്. എന്താണോ ഇവളുടെ മാത്രമല്ല, ലോകത്തൊരു പെണ്ണിന്റെ ഏറും പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പപ്പുവിന് വീണ്ടും ആ പഴയ സൂക്കേട് തുടങ്ങിന്നാ തോന്നുന്നത്. ഇത്തിരി ഇല്ലാത്ത പെങ്കൊച്ചു വരെ വീണു. എന്നാ പിടിച്ചോ, ഇനി എറിയുമ്പോ പറയണേ. ജെനി, നീ ഈ കാണിക്കുന്നത് പരമ ബോറ. പപ്പുവിന് എല്ലാം ഒരു നേരം പോക്ക. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്താ കരയേണ്ടി വരുവേ. കരയുമ്പോ ഞാൻ വിളിക്കാം. കണ്ണീരൊപ്പം വന്നേക്കണേ. നീ ഇങ്ങ് വന്നേ. എടി കൊച്ചെ, കണ്ടു നിന്നവര് കരഞ്ഞിട്ടുണ്ട് പണ്ട്, ഒരു 12 വർഷം മുമ്പ്. നിന്റെ ഇതേ സ്വഭാവമുള്ള ഒരുത്തി ഇമാതിരി കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് കണ്ണ് തുറച്ച് ചത്ത് മലന്ന് കിടന്നിട്ടുണ്ട്. അവിടെ പഴയതൊക്കെ വെട്ടിത്തെളിച്ചെടുക്കല്ലേ. ഇതൊന്നും നൊസ്റ്റാൾജിയ അല്ല, ഭ്രാന്ത. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമായിരുന്നില്ല അളിയ. പിന്നെ 10,000 ഒരു എലി ചത്ത് കിടന്നു വെച്ചേ ആരെങ്കിലും 10,000 കത്തിക്കോ? ചാവാൻ യോഗമുള്ള എലിയുണ്ടെങ്കിൽ ഇനി വന്ന് ചാവട്ട. നോക്കടാ ചാത്തൻ സീൻ. എടാ കരട് നല്ല കുങ്കുമ പോലിരുന്ന കാലത്ത് ഇവിടെ നിന്ന് എന്തോ ഒരു കള്ളടിച്ചിട്ടില്ല. എന്റെ അളിയെ എനിക്ക് ഇവിടെ ആകെയുള്ള നൊസ്റ്റാൾജി ചാത്തൻ സീനാ. ഇത് നമുക്ക് വിടാടാ. ഇത് മാത്രം വേണ്ട. ഇവിടുന്ന് നിന്റെ 12 കൊല്ലത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയത്. അറിയാടാ, ഇനിയുള്ള കാലം എണ്ണി തുടങ്ങുന്നതും ഇവിടുന്ന് തന്നെ ആവട്ടെ.